ഭൂമിയിലെ സമുദ്രങ്ങൾ അത്രമാത്രം പരിവേഷണം ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ 3500 മീറ്ററിലും അധികം ആഴത്തേക്ക് മുങ്ങുകയാണെങ്കിൽ ശാസ്ത്രലോകത്തിന് അജ്ഞാതമായ ഒരു പുതിയ ജീവവർഗത്തെ കണ്ടെത്തുവാൻ നല്ല സാധ്യതയുണ്ട്. അവിടെ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും കണ്ടെത്താനും സാധ്യതയുണ്ട്. സമുദ്രങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 70% അധികം ഉൾക്കൊള്ളുന്നു. സമുദ്രങ്ങളുടെ ശരാശരി ആഴം ഏകദേശം 3.7 കിലോമീറ്ററാണ്. പ്രകാശത്തിന് 100 മീറ്റർ ആഴം വരെ മാത്രമേ തുളച്ചു കയറാൻ കഴിയൂ. അതിനാൽ ആഴക്കടൽ ഇരുട്ടാണ് ഭരിക്കുന്നത്. ഭൂമിയുടെ ഭൂരിഭാഗവും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ ഭൂരിഭാഗം പ്രദേശങ്ങളും പരിപൂർണമായും ഇരുട്ടിലാണ്. സമുദ്രത്തിലെ വെള്ളം ഭൂമിയിലെ ജലത്തിൻ്റെ ഏകദേശം 96% വരും. കടൽ വെള്ളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെയേറെ കുറവാണ്. സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ശുദ്ധജലം സമുദ്രോപരിതലത്തിൽ പരന്നാൽ അതിന് ഏകദേശം 1.26 മീറ്റർ മാത്രം കനമേ ഉണ്ടാകൂ. ഭൂമിയിലെ എല്ലാ ജീവൻ്റെയും 94% വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതിനർത്ഥം കരയിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും വളരെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിൽ പെട്ടവരാണ് എന്നാണ്. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ എന്ത് രഹസ്യമാണ് ഒളിഞ്ഞിരിക്കുന്നത്? നമ്മൾ ആഴങ്ങളിലേക്ക് പോകുന്തോറും അത് കൂടുതൽ കൗതുകകരമായി മാറുന്നു. നമ്മുടെ ഗ്രഹത്തിൻ്റെ സമുദ്ര അടിത്തട്ടിനേക്കാൾ കൂടുതൽ ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം. ഏറ്റവും ആഴമേറിയ പ്രദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ അടുത്ത കാലം വരെ നമുക്കിതെല്ലാം അജ്ഞാതമായിരുന്നു. പ്രകാശത്തിൻ്റെ അഭാവം, കഠിനമായ മർദ്ദവും സമുദ്രത്തിൻ്റെ ഈ ഭാഗം പരിവേഷണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാക്കി മാറ്റി. ഇന്ന് നമ്മൾ ആഴങ്ങളിലേക്കൊരു യാത്ര പോവുകയാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ട് എങ്ങനെയായിരിക്കും? അത് എന്തിനാലാണ് നിർമ്മിതമായിരിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ അന്തർവാഹിനി യാത്ര തുടങ്ങുകയാണ്. അടിത്തട്ടിൽ എത്തുന്നതുവരെ പല പ്രധാന സ്റ്റോപ്പുകളിലും നമ്മൾ നിർത്തും. ആദ്യം നമ്മൾ നിർത്താൻ പോകുന്നത് 40 മീറ്റർ താഴത്തിലാണ്. സ്കൂബ ഡൈവിംഗ് ഉപകരണമില്ലാതെ ശ്വാസം അടക്കിപ്പിടിച്ച് മുത്തുച്ചിപ്പികൾ ശേഖരിക്കുന്നവർ പോകുന്ന പരമാവധി ആഴമാണിത്. ഈ അടയാളത്തിന് താഴെ വർദ്ധിച്ചു വരുന്ന ജലമർദ്ദം ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറത്തേക്ക് പോകുവാൻ നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വിനോദസഞ്ചാരികളായ ഡൈവർമാരുടെ പരമാവധി ആഴമായി കണക്കാക്കുന്നത്. അടുത്തത് 200 മീറ്റർ താഴെ. ലോക സമുദ്രങ്ങളുടെ 200 മീറ്റർ ആഴം വരെയുള്ള പാളിയിലാണ് എല്ലാ ജീവജാലങ്ങളുടെയും 90% നിലനിൽക്കുന്നത്. കാരണം വെളിച്ചം ഇവിടേക്ക് വെള്ളത്തിലൂടെ തുളച്ചു കയറുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഫൈറ്റോ പ്ലാങ്ക്ടണുകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി നൽകുന്നു. ഇതിൻ്റെ വലിയ ബയോമാസ് ചെറിയ സന്ധികളുള്ള ജീവികൾക്ക് ഭക്ഷണമാകുന്നു. അവ മത്സ്യങ്ങൾക്കും തിമിംഗലങ്ങളെയും പോലുള്ള വലിയ സസ്തനികൾക്കും ഭക്ഷണമാകുന്നു. നമ്മൾ ആഴത്തിലേക്ക് മടങ്ങുമ്പോൾ വെളിച്ചം കുറയുകയും ജീവൻ കുറയുകയും ചെയ്യുന്നു. നമ്മൾ ട്വിൻ ലൈറ്റ് സോണിലേക്ക് കടക്കുന്നു. 332 മീറ്റർ താഴെ. സ്കൂബ ഡൈവിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആഴക്കടൽ മുങ്ങലിൻ്റെ റെക്കോർഡ് ഇതാണ്. ഒരു ബാത്തിസ്കാഫ് ഇല്ലാതെ ആർക്കും ഇതിലും ആഴത്തിലേക്ക് മുങ്ങുവാൻ സാധിക്കില്ല. അടുത്തത് 565 മീറ്റർ താഴെ. എംബറർ പെൻഗ്വിനുകൾ രേഖപ്പെടുത്തിയ പരമാവധി ഡൈവിംഗ് ആഴമാണിത്. ഇവിടെ പ്രകാശ സംശ്ലേഷണം എന്ന ഫോട്ടോസിന്തസിസ് ഏകദേശം നിലവിലില്ല. ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതിനാൽ സസ്യജാലങ്ങളുമില്ല. എന്നിരുന്നാലും നമുക്ക് താരതമ്യേന വലിയ തോതിൽ മത്സ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അവയിൽ മിക്കവാറും ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിലല്ല ഉള്ളത്. നല്ല ജീവിതം തേടിയല്ല അവർ ഇവിടെ വരുന്നത്. വേട്ടക്കാരിൽ നിന്നും ഒളിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും ആഴത്തിലേക്ക് പോകുന്നത്. അടുത്തത് 1000 മീറ്റർ താഴെയാണ്. ഇത് ട്വിൻ ലൈറ്റ് സോണിൻ്റെ അവസാന ഭാഗമാണ്. സൂര്യപ്രകാശത്തിൻ്റെ 1% താഴെ മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇവിടുത്തെ നിവാസികൾ സ്വന്തമായി പ്രകാശം പുറപ്പെടുവിക്കുവാൻ പഠിച്ചു കഴിഞ്ഞു. ഇരയെ ആകർഷിക്കുവാനോ വേട്ടക്കാരെ തുരത്തുവാനോ അവർ ബയോലൂമിനസെന്റ് കെമിക്കൽ റിയാക്ഷനുകൾ ഉപയോഗിക്കുന്നു. 1000 മീറ്റർ ആഴം വരെ സൈഫോണോഫോറുകൾ ഉണ്ട്. അവ ജെല്ലി ഫിഷുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അവ ഒരു നീണ്ട ട്യൂബിന് ചുറ്റുമുള്ള കോളനികളായിട്ടാണ് താമസിക്കുന്നത്. അതവരുടെ പൊതുവായ ദഹന വ്യവസ്ഥയായി വർത്തിക്കുന്നു. നമ്മൾ ആഴത്തിലേക്ക് പോകുന്തോറും ജീവരൂപങ്ങൾ കൂടുതൽ വിചിത്രവും അന്യഗ്രഹ ജീവികളെ പോലുള്ളതുമാകുന്നു. 1027 മീറ്റർ താഴെ. ഇതൊരു സൈനിക അന്തർവാഹിനി മുങ്ങിക്കപ്പലിൻ്റെ റെക്കോർഡാണ്. നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ സമ്പൂർണ്ണ ഇരുട്ട് വാഴുന്ന മിഡ് നൈറ്റ് സോണിലേക്ക് കടക്കുന്നു.
ഭക്ഷണം വളരെ വിരളമാണ്. സമുദ്രജീവികൾ ഊർജം സംരക്ഷിക്കുവാൻ നിർബന്ധിതരാകുന്നു. മിക്ക മൃഗങ്ങൾക്കും സജീവമായി വേട്ടയാടില്ല. മറിച്ച് സീസ്നോ, ചത്ത മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, സസ്യങ്ങളുടെ വിസർജ്യം, പൊടി, മണൽ എന്നിവയുടെ സൂക്ഷ്മകണങ്ങൾ ശേഖരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് 2200 മീറ്റർ താഴത്തേക്കാണ്. ഭീമാകാരമായ ഒക്ടോപ്പസുകളും അതിലും വലിപ്പം കൂടിയ സ്പേം തിമിംഗലങ്ങളുമെല്ലാം മുങ്ങുന്ന ആഴമാണിത്. ചിലപ്പോൾ അവർ ഈ ആഴത്തിൽ മാരകമായ പോരാട്ടങ്ങൾ പോലും നടത്താറുണ്ട്. ഇരയെ ആകർഷിക്കുവാൻ തിളങ്ങുന്ന ചിറകുള്ള ആംഗ്ലർ ഫിഷിനെയും ഈ ആഴത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. തിളങ്ങുന്ന ഒരിര തേൻ പോലെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ ആ പ്രകാശം വരുന്നത് സിംബയോട്ടിക് ബാക്ടീരിയകളിൽ നിന്നുമാണ്. ഇനി നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. 6100 മീറ്റർ താഴെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഭൂഖണ്ഡാന്തര ഇൻ്റർനെറ്റ് കേബിളുകൾ സ്ഥാപിച്ചിരിക്കുന്ന ആഴമാണിത്. സമുദ്രത്തിൻ്റെ 90% അധികം ഏകദേശം 6000 മീറ്റർ ആഴമുള്ളതാണ്. ഇത് സമുദ്രത്തിൻ്റെ നിശ്ചിത അടിത്തട്ടായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും സമുദ്രം അതിൻ്റെ സ്വന്തം തറയ്ക്കും താഴെ വളരെ ആഴത്തിലേക്ക് പോകുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ ഏതാനും സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാം. ഏറ്റവും ആഴമേറിയതും പ്രശസ്തവുമായ ഒന്നാണ് മരിയാന ട്രെഞ്ച്. 2 ലിത്തോസ്പെറിക് പ്ലേറ്റുകളുടെ അതിർത്തിയാണിത്. ഒരു പ്ലേറ്റ് മറ്റൊന്നിന് താഴെ അമരുന്നതിനാലാണ് ഇത് രൂപപ്പെട്ടത്. പസഫിക് പ്ലേറ്റ് ഫിലിപ്പീൻ പ്ലേറ്റിന് താഴെ. ഇത് നിലവിലത്തെ രൂപത്തിൽ താരതമ്യേന ഈ അടുത്ത കാലത്ത് ഏകദേശം 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് രൂപപ്പെട്ടത്. ആ സമയത്ത് കരയിൽ ആദ്യത്തെ സസ്തനികൾ ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണകൾക്ക് വിരുദ്ധമായി മരിയാന ട്രെഞ്ച് സമുദ്രതട്ടിലെ ഒരു ദ്വാരമല്ല, മറിച്ച് 2542 കിലോമീറ്ററോളം നീളമുള്ള ഒരു കൂറ്റൻ രൂപമാണ്. ഇത് അമേരിക്കയിലെ പ്രശസ്തമായ ഗ്രാൻഡ് കാനിയാണിൻ്റെ 5 ഇരട്ടിയിലധികം നീളമുള്ളതാണ്. ഇതിന് വീതി താരതമ്യേന കുറവാണ്, ശരാശരി 70 കിലോമീറ്ററുകൾ. ഇത്രയും വലിപ്പമുള്ളതിനാൽ 10,000 മീറ്ററിലധികം ആഴമുള്ള പല സ്ഥലങ്ങളും ഇവിടെയുള്ളതിൽ അത്ഭുതമില്ല. ഇതിൽ ചലഞ്ചർ അബീസ് ആണ് ഏറ്റവും പ്രശസ്തം. ഇത് ട്രെഞ്ചിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ഗുവാം ദ്വീപിൽ നിന്നും 340 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിച്ചില്ലേ? വിവിധ കണക്കുകൾ പ്രകാരം ഇതിൻ്റെ പരമാവധി ആഴമെന്നത് സമുദ്രനിരപ്പിൽ നിന്നും 10,028 മീറ്റർ മുതൽ 11,034 മീറ്റർ വരെയാണ്. സമുദ്രത്തിലെ രണ്ടാമത്തെ ആഴമേറിയ സ്ഥലവും മരിയാന ട്രെഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്, സൈറൻ അബീസ്. ഇതിൻ്റെ പരമാവധി ആഴം അല്പം കുറവാണ്, 10,809 മീറ്റർ. രസകരമായ കാര്യം, ഏറ്റവും ആഴമേറിയ ഈ സ്ഥലം ഭൂമിയുടെ കേന്ദ്രത്തോട് ഏറ്റവും അടുത്തുള്ള സ്ഥലമല്ല എന്നതാണ്. നമ്മുടെ ഗ്രഹം പൂർണ്ണമായ ഒരു ഗോളമല്ല, മറിച്ച് ധ്രുവങ്ങളിൽ അല്പം പരന്നതാണ്. ഭൂമധ്യരേഖയിൽ ഗ്രഹം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനാൽ ധ്രുവങ്ങളിലെ ആരം ഭൂമധ്യരേഖയിലെ ആരത്തേക്കാൾ ഏകദേശം 25 കിലോമീറ്ററോളം കുറവാണ്. അതിനാൽ ആർട്ടിക് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ചലഞ്ചർ അബീസിനേക്കാൾ ഭൂമിയുടെ കേന്ദ്രത്തോട് അടുത്താണ്. മരിയാന ട്രെഞ്ചിന് അതിൻ്റെ വമ്പിച്ച വലിപ്പം കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അതിൻ്റെ മുകൾ ഭാഗത്ത് വെറും 414 മീറ്റർ ആഴത്തിൽ ദൈക്കോക്കു എന്ന അഗ്നിപർവ്വതമുണ്ട്. ഈ പ്രദേശത്ത് ഇതുപോലൊരു അഗ്നിപർവ്വതം ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ഉരുകിയ ശുദ്ധമായ സൾഫറിൻ്റെ ഒരു തടാകമെന്ന അത്യപൂർവമായ പ്രതിഭാസവും നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ കറുത്ത പദാർത്ഥം 187 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ തിളയ്ക്കുന്നുണ്ട്. ഇതിലും അതിശയകരമായ മറ്റൊരു സ്ഥലവും ഇവിടെയുണ്ട്. ആ ഒരു പ്രദേശത്തെ ബ്ലാക്ക് സ്മോക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 1600 മീറ്റർ ആഴത്തിലുള്ള ഹൈഡ്രോ തെർമൽ ഉറവകളാണവ. 100 കണക്കിന് അറ്റ്മോസ്ഫിയർ മർദ്ദത്തിൽ 450 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള ധാതുക്കൾ അടങ്ങിയ വെള്ളം ഇവ പുറന്തള്ളിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് സ്മോക്കേഴ്സ് സമുദ്രത്തിൻ്റെ ജീവൻ്റെ തൊട്ടിലായി മാറി എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. മരിയാന ട്രെഞ്ചിലെ ജീവൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറഞ്ഞ ആഴത്തിൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് ശാസ്ത്രജ്ഞർ വളരെ കാലങ്ങളോളം വിശ്വസിച്ചിരുന്നു. ചലഞ്ചർ അബീസിൻ്റെ അടിത്തട്ടിലെ ഉയർന്ന മർദ്ദവും ഏകദേശം 1 ഡിഗ്രി താപനിലയും ഏതൊരു ജീവനും ശത്രുതാപരമായ സാഹചര്യങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും ആദ്യത്തെ മനുഷ്യ പര്യവേഷണങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിച്ചു. 1960-ൽ ചലഞ്ചർ അബീസ് സന്ദർശിച്ച ആദ്യ വ്യക്തികൾ 2 അമേരിക്കക്കാരായിരുന്നു. 5 മണിക്കൂർ കൊണ്ട് ട്രീസ്റ്റേ എന്ന ഗവേഷണ ബാത്തിസ്കാഫിൽ അവർ 10,918 മീറ്റർ ആഴത്തേക്ക് ഇറങ്ങി. ഗവേഷകർ അവിടെ സമയങ്ങളോളം ചിലവഴിച്ചു. ഉപകരണം ഉയർത്തിയ ചെളി കാരണം അവർക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും തിരച്ചിൽ വെളിച്ചത്തിൽ അവർ ഒരു പരന്ന മത്സ്യത്തെ കണ്ടു.
ഇത്രയും ആഴത്തിൽ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തിയത് ഒരു ശാസ്ത്രീയ സെൻസേഷൻ വാർത്തയായിരുന്നു. എന്നിരുന്നാലും ഈ മീനെ കണ്ടതുകൊണ്ട് മാത്രം നിഗമനത്തിലെത്തുവാൻ കഴിയുമായിരുന്നില്ല. ശാസ്ത്രലോകം അടുത്ത പര്യവേഷണങ്ങളായി വർഷങ്ങളോളം കാത്തിരുന്നു. 1995 മാർച്ച് മാസം 24 വരെ ആ കാത്തിരിപ്പ് തുടർന്നു. അന്ന് കൈക്കോ എന്ന ജാപ്പനീസ് പ്രോബ് ആഴത്തിലേക്ക് താഴ്ത്തപ്പെട്ടു. 10,911.4 മീറ്റർ ആഴം രേഖപ്പെടുത്തുകയും ചെയ്തു. അത് അവിടെയുള്ള ചെളിയുടെ സാമ്പിളുകൾ കൊണ്ടുവന്നു. അതിൽ ശാസ്ത്രജ്ഞർ സൂക്ഷ്മജീവികളെ കണ്ടെത്തി. ഫോറ മിനിഫെറ എന്ന ഒരു മിനറൽ അസ്ഥികൂടമുള്ള ഏകകോശ ജീവികളെയാണ് കണ്ടെത്തിയത്. 2011 ജൂലൈ മാസം മറ്റൊരു ഗവേഷണ സംഘം ഡിജിറ്റൽ വീഡിയോ ക്യാമറകളും അതിശക്തമായ ഫ്ലാഷ് ലൈറ്റുകളും ഘടിപ്പിച്ച സ്പെഷ്യൽ മോഡലുകൾ ഉപയോഗിച്ച് ഈ ആഴം പര്യവേഷണം നടത്തി. ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ ഒരു ഭീമാകാരമായ ഫോറാമിഫെറയായിരുന്നു. ഏകകോശ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലുതായിരുന്നു. ഏകദേശം 10 സെന്റിമീറ്ററിലും അധികം വലിപ്പം. അടുത്ത പര്യവേഷണം 2012 ഹോളിവുഡ് ചലച്ചിത്ര നിർമ്മാതാവ് ജെയിംസ് ക്യാമറൂൺ ഡീപ് സീ ചലഞ്ചർ എന്ന വാഹനത്തിലാണ് നടത്തിയത്. പിന്നീട് ശാസ്ത്രജ്ഞർ അവിടെ നിന്നും കൊണ്ടുവന്ന മണ്ണ് സാമ്പിളുകളിൽ 200ഓളം ഇനം നട്ടലില്ലാത്ത ജീവികളെ കണ്ടെത്തി. ഒടുവിൽ 2014 ഡിസംബർ മാസം മറ്റൊരു പര്യവേഷണ സംഘം 8145 മീറ്റർ ആഴത്തിലെത്തുകയും സങ്കീർണമായ ബഹുകോശ ജീവികളെ കണ്ടെത്തുകയും ചെയ്തു. സ്നൈൽ ഫിഷ് പോലെ തോന്നിക്കുന്ന പുതിയ മത്സ്യത്തെ ശാസ്ത്രജ്ഞന്മാർ അവിടെ കണ്ടെത്തി. ആ മത്സ്യമാണ് ആഴക്കടലിലെ റെക്കോർഡുകൾക്ക് ഉടമയായി ഇന്ന് കണക്കാക്കപ്പെടുന്നത്. ഈ ആഴത്തിൽ സ്നൈൽ ഫിഷ് അല്ലാതെ മറ്റു മത്സ്യങ്ങളില്ല. നല്ല വാർത്ത എന്തെന്നാൽ ഈ ആഴത്തിൽ ആ ജീവവർഗത്തിന് സ്വാഭാവികമായി ശത്രുക്കളില്ല എന്നതാണ്. ഇനി നമുക്ക് ഭൂമിയുടെ ഏകദേശം മറുവശത്തേക്ക് പോകാം. മറ്റൊരു രസകരമായ സമുദ്രഗർത്തം കാണാം. കരീബിയൻ കടലിനും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനും ഇടയിലുള്ള അതിർത്തിയിലാണ് പ്യൂർട്ടോ റിക്കോ ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴമേറിയ പ്രദേശമാണ്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ സ്ഥലം 8376 മീറ്റർ അകലെയാണ്. ഈ പ്രദേശം കണ്ടെത്തിയ US നാവികസേനയുടെ കപ്പലിൻ്റെ ബഹുമാനാർത്ഥം മിൽവാക്കി ഡെപ്ത് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 1939 ഫെബ്രുവരി മാസം 14 തീയതിയാണ് ഈ കണ്ടെത്തൽ നടന്നത്. എങ്കിലും കൃത്യമായ ആഴം 2018 വരെ അളന്നിരുന്നില്ല. കിങ്സ്ബെർഗ് EM-124 എന്ന അത്യാധുനിക സോണാർ ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്തിയത്. പിന്നീട് 2018 ഡിസംബർ മാസം 19 തീയതി വിക്ടർ വെസ്കോവോ എന്ന മുൻ US നേവി ഓഫീസർ പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലേക്ക് ആദ്യമായി മനുഷ്യർ പങ്കെടുത്ത ഡൈവിംഗ് പൂർത്തിയാക്കി. മറ്റ് ആഴക്കടൽ പ്രദേശങ്ങളെപ്പോലെ തന്നെ ഇവിടവും ഭൗമശാസ്ത്രപരമായി വളരെ പ്രക്ഷുബ്ധമായ സ്ഥലമാണ്. ഭൂകമ്പ പ്രവർത്തനങ്ങൾ ഇതിനകം അയൽ ദ്വീപുകളിൽ, പ്രത്യേകിച്ച് പ്യൂർട്ടോ റിക്കോയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1918 ഒക്ടോബർ 11-നുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരമാലകൾ ദ്വീപിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് ആഞ്ഞടിക്കുകയും 100-ലധികം ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഭാവിയിൽ ശക്തമായൊരു അഗ്നിപർവ്വത സ്ഫോടനത്തിനുള്ള സാധ്യത പല ശാസ്ത്രജ്ഞന്മാരും പ്രവചിക്കുന്നുമുണ്ട്. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു ഭൗമശാസ്ത്രപരമായ അസ്വാഭാവികതയും നിലവിലുണ്ട്. നാസയുടെ അഭിപ്രായത്തിൽ ട്രെഞ്ചിന് താഴെ അതിസാന്ദ്രമായ ഒരു ഭൗമരൂപമുണ്ട്. അതിന് ഉയർന്ന ഗുരുത്വാകർഷണ പ്രഭാവം ഉള്ളതിനാൽ സമുദ്രോപരിതലം അല്പം താഴാനും കാരണമാകുന്നു. നാവിഗേഷൻ ഉപകരണങ്ങളുടെ കൃത്യതയെ ഇത് ബാധിക്കുന്നു. 2012 ഒരു റോബോട്ടിക് ബാത്തിക്കാഫ് ഇതിൻ്റെ അടിത്തട്ടിലിറങ്ങി. ആംഫിപോഡ്സ് എന്ന ചെറിയ ജീവികളുടെ ഒരു കൂട്ടത്തെ തന്നെ കണ്ടെത്തി. അതിനുശേഷം വുഡ്സ് ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡോക്ടർ സ്റ്റേസ് ബ്യൂൺലിയു 10 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഒരു വലിയ കടൽ വെള്ളരിയെ, അതായത് സീ കുക്കുംബറിനെ തിരിച്ചറിഞ്ഞു. ഇത്രയും ആഴത്തിൽ ഇത്തരം ജീവികൾ നിലനിൽക്കുന്നത് ശാസ്ത്രലോകത്തെ സിദ്ധാന്തങ്ങളെ മാറ്റം വരുത്തുവാൻ വരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് പസഫിക് മഹാസമുദ്രത്തിലെ കെയർ മാൻഡേക്ക് ട്രെഞ്ച് കാണാം. അറ്റ്ലാന്റിക്കിലെ മരിയാന ട്രെഞ്ച് പോലെ തന്നെ പസഫിക്കിലെ ഒരു കൂറ്റൻ ആഴക്കടൽ ഗർത്തമാണിത്. 1200 കിലോമീറ്റർ നീളമുള്ള ഇത് 1889 ബ്രിട്ടീഷ് കപ്പലായ പെൻക്വിനാണ് ആദ്യമായി കണ്ടെത്തിയത്. ഇതിൻ്റെ ആഴം മരിയാന ട്രെഞ്ചിനേക്കാൾ ഒരൽപ്പം കുറവാണ്, അതായത് 10,047 മീറ്റർ. 2012 ഇവിടെ 34 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ആംഫിപോഡുകളെ കണ്ടെത്തിയിരുന്നു. ഇത് ശാസ്ത്രജ്ഞന്മാരെ അന്ന് അമ്പരപ്പിച്ച കാര്യമാണ്. സാധാരണയായി ഇവയ്ക്ക് 2 സെൻറ്റിമീറ്റർ നീളം മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇത്രയും വലിയ വലിപ്പം ആഴക്കടലിലെ കഠിനമായ ജീവിത സാഹചര്യങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ലിപ്പാരിഡിയൻ കുടുംബത്തിൽപ്പെട്ട പ്രത്യേക മത്സ്യങ്ങളെയും ഇതേ പ്രദേശത്ത് തന്നെ കണ്ടെത്തി.
കെർമാൻഡേക്ക് ട്രെഞ്ചിൽ പേൾ ഫിഷിനെ കണ്ടെത്തിയത് വലിയ ചർച്ചയായിരുന്നു. 8200 മുതൽ 8300 മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ കണ്ടെത്തിയത്. സാധാരണയായി ഇവ 1800 മുതൽ 2000 മീറ്റർ ആഴത്തിലാണ് ജീവിക്കുന്നത് എന്നതിനാൽ ഇതൊരു അത്ഭുതകരമായ കണ്ടെത്തൽ തന്നെയായിരുന്നു. നമ്മുടെ ഈ കഥ ആഴക്കടൽ പര്യവേഷണത്തിൻ്റെ പുസ്തകത്തിലെ ഏതാനും പേജുകൾ മാത്രമാണ്. സാങ്കേതികവിദ്യ വികസിക്കുന്നതിനോടനുസരിച്ച് കൂടുതൽ പര്യവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ വരുംകാലങ്ങളിൽ സമുദ്രത്തിൻ്റെ അഗാധമായ ആഴങ്ങളിൽ നിന്നും ഇതിലും അത്ഭുതകരമായ പുതിയ കണ്ടെത്തലുകൾ നമ്മൾ നടത്തും. ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.